സ്വർണ്ണവില ഓരോ ദിവസവും റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണല്ലോ. ഒരു ഭവൻ വാങ്ങാൻ നമ്മുടെ പോക്കറ്റ് കീറുന്ന അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ നമ്മൾ ഇത്രയും വില കൊടുക്കുന്ന ഈ സ്വർണം ഭൂമിക്കടിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശ്വാസം പോലും കിട്ടാൻ പ്രയാസമുള്ള 66 ഡിഗ്രി ചൂടുള്ള ഭൂമിയുടെ 4 കിലോമീറ്റർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് മനുഷ്യൻ ഈ നിധി കുഴിച്ചെടുക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന് ഭൂമിക്കടിയിലേക്ക് എത്രത്തോളം പോകാൻ കഴിയുമെന്ന്? നമ്മൾ ആകാശത്തോളം ഉയരമുള്ള ബുർജ് ഖലീഫയും അതുപോലെ മൗണ്ട് എവറസ്റ്റിനെയും ഒക്കെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ, അതായത് സർഫസിൽ നിന്നും 4 കിലോമീറ്ററിലധികം താഴേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്വർണ്ണ ഖനിയുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ. ഇത്രയും വലിയ റിസ്ക് എടുത്ത് എങ്ങനെയാണ് അവിടെ സ്വർണം ഖനനം ചെയ്യുന്നത്? മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും ആഴമേറിയ ഈ ഖനിയെക്കുറിച്ചും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഒന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ കാലട്ടൺ വില്ലിന് സമീപമുള്ള വിറ്റ് വാട്ടേഴ്സ് റാഞ്ച് ബേസിനിലാണ് ഈ ലോകാത്ഭുതം സ്ഥിതി ചെയ്യുന്നത്. എംപോനെങ് എന്നാണ് ഇതിന്റെ പേര്. കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ ആഴം 2.5 മൈൽ വരും, അതായത് 4 കിലോമീറ്ററിലധികമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ന്യൂയോർക്കിലെ 10 എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വച്ചാൽ എത്ര ഉയരുണ്ടാകുമോ അത്രയും ആഴം ഈ ഖനിക്കുണ്ട്. ആദ്യം ആംഗ്ലോ ഗോൾഡ് അഷാന്തിയുടെ കീഴിലായിരുന്നു ഈ ഒരു ഖനി. 2020-ലാണ് ഹാർമണി ഗോൾഡ് ഏറ്റെടുത്തത്. ഈ ഖനിക്കുള്ളിലെ തുരങ്കങ്ങളുടെ നീളം കേട്ടാൽ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ന്യൂയോർക്ക് സിറ്റിയിലെ സബ്വേ സിസ്റ്റത്തെക്കാൾ ദൈർഘ്യമുള്ള ഏകദേശം 380 കിലോമീറ്ററിലധികം തുരങ്കങ്ങൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായി വരുമല്ലോ, ഇത്രയും ആഴത്തിലേക്ക് തൊഴിലാളികൾ എങ്ങനെയാണ് പോകുന്നത് എന്ന്. അതിനായിട്ട് മണിക്കൂറിൽ 64 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റുകൾ ഇവിടെയുണ്ട്, കേജുകൾ എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ഇതിന്റെ ഏറ്റവും താഴത്തെ തട്ടിലെത്താൻ ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ സമയമെടുക്കും. ഭൂമിക്കടിയിൽ സാഹചര്യങ്ങൾ അങ്ങേയറ്റം ദുഷ്കരമാണ്. എംപോനെങ്ങിലെ പാറകളുടെ താപനില 66 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. ഇത്രയും കൊടും ചൂടിൽ മനുഷ്യന് ജോലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം ഒരു അത്ഭുത എഞ്ചിനീയറിംഗ് വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദിവസേന ഏകദേശം 6000 ടൺ ഐസ് മിശ്രിതം, ഐസ് സ്ലറി ഉപരിതലത്തിൽ നിന്ന് ഭൂമിക്കടിയിലെ സംഭരണികളിലേക്ക് പമ്പ് ചെയ്യുന്നു. കൂറ്റൻ ഫാനുകൾ ഉപയോഗിച്ച് ഈ തണുപ്പ് തുരങ്കങ്ങളിലേക്ക് എത്തിക്കുന്നതോടെ താപനില സുരക്ഷിതമായ 28 ഡിഗ്രി സെൽഷ്യസ് ആയി കുറയുന്നു. ഇവിടെ സ്വർണം കാണപ്പെടുന്നത് വെന്റേഴ്സ് ഡ്രോപ്പ് കോൺടാക്ട് റീഫ് എന്ന് വിളിക്കപ്പെടുന്ന വെറും 30 ഇഞ്ച് മാത്രം വീതിയുള്ള പാളികളിലാണ്. ഓരോ ദിവസവും 5000 പൗണ്ട് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ശരാശരി 6400 ടൺ പാറകളാണ് പൊട്ടിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടാലും 1 ടൺ പാറയിൽ നിന്ന് ലഭിക്കുന്നത് വെറും 0.35 ഔൺസ് സ്വർണം മാത്രമാണ്. എങ്കിലും പ്രതിവർഷം 8000 കിലോഗ്രാമിലധികം സ്വർണം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഖനിയിൽ മറ്റൊരു രസകരമായ എന്നാൽ അപകടകരമായ ഒരു കാര്യമുണ്ട്. ജമാസ് എന്ന് വിളിക്കപ്പെടുന്ന നിയമവിരുദ്ധ ഖനി തൊഴിലാളികൾ ചില തുരങ്കങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട്. ഇസിസുലു ഭാഷയിൽ ഒരു കൈ നോക്കുക എന്നാണ് ഇതിനർത്ഥം വരുന്നത്. ഇവർ മാസങ്ങളോളം ഭൂമിക്കടിയിൽ തന്നെ താമസിച്ച് ലളിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വർണവും മറ്റ് ധാതുക്കളും മോഷ്ടിക്കുന്നു. ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചൊരു കണ്ടെത്തലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഖനിയുടെ ഉള്ളിലെ ഭൂഗർഭജലത്തിൽ ഡീസൾഫറിഡസ് ഒഡാക്സിവിയേറ്റർ എന്ന ബാക്ടീരിയയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല. പാറകളിലെ റേഡിയോ ആക്റ്റീവ് ശോഷണം, അതായത് ഡീകെയിൽ നിന്നാണ് ഇവ ഊർജം കണ്ടെത്തുന്നത്. മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ എങ്ങനെ നിലനിൽക്കാം എന്നതിന് ഇതൊരു വലിയ തെളിവാണ്. 2024 തുടക്കത്തിൽ ഹാർമണി ഗോൾഡ് ഏകദേശം 4500 കോടി രൂപ ചിലവ് വരുന്ന ഒരു വിപുലീകരണ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം ഖനിയുടെ ആഴം 270 മീറ്റർ കൂടി വർദ്ധിക്കും. അതോടെ ആകെ ആഴം എന്ന് പറയുന്നത് 4.22 കിലോമീറ്റർ ആകും. അങ്ങനെ ഈ പുതിയ പ്രോജക്റ്റിലൂടെ ഖനിയുടെ പ്രവർത്തന കാലാവധി 20 വർഷം കൂടി നീട്ടാൻ സാധിക്കും. എംപോനെങ് കൂടാതെ ദക്ഷിണാഫ്രിക്കയിൽ വേറെയും വമ്പൻ ഖനികളുണ്ട്. ടൗട്ടോണ 3.9 കിലോമീറ്റർ ആഴം വരും. അതുപോലെ സവൂക്ക ഉണ്ട്, 3.7 കിലോമീറ്റർ ആഴം. ഈസ്ട്രാൻഡ് ഉണ്ട്, 3.585 കിലോമീറ്റർ ആഴം വരും. ഡെറെ ഫോണ്ടെയിൻ, അതുപോലെ ക്ലൂഫ്, കുസാസലേത്തു എന്നിവയും 3 കിലോമീറ്ററിലധികം ആഴമുള്ളവയാണ്. കാനഡയിലെ ലാറോണ്ട ഖനിയും 3 കിലോമീറ്ററിലധികം ആഴവുമായി പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ മുന്നിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അണിഞ്ഞൊരുങ്ങുന്ന ഓരോ തരി സ്വർണത്തിന് പിന്നിലും എംപോനെങ്ങിലെ ഈ 4 കിലോമീറ്റർ ആഴങ്ങളിൽ ശ്വാസം മുട്ടിക്കുന്ന ചൂടിലും മണ്ണിലും പണിയെടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പുണ്ട്. പ്രകൃതിയുടെ പ്രതിസന്ധികളെ മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് ബുദ്ധി എങ്ങനെ തോൽപ്പിക്കുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ഖനി. ആധുനിക എഞ്ചിനീയറിംഗിന്റെയും മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് ഈ സ്വർണ്ണ ഖനികൾ. ഭൂകമ്പമർദ്ദവും അതുപോലെ കൊടും ചൂടും നിറഞ്ഞ ഈ നരകതുല്യമായ സാഹചര്യങ്ങളിൽ സ്വർണത്തിനായി പണിയെടുക്കുന്ന ഓരോ തൊഴിലാളിയും ഒരു പോരാളി തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.